പോലീസ്. പാളി 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 ഒന്ന് പോലീസ് വന്ന് പുറത്ത് രണ്ടുപേരും നിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് നിക്കണേ. എടാ എടാ എന്നെ പിടിച്ചു കൊടുക്കല്ലേടാ. ഞാൻ പിടി കൊടുക്കൂല, ഞാൻ പിടി കൊടുക്കൂല. എന്റെ അമ്മൂമ്മ വിട്ടു കൊടുക്കല്ലേ ചേട്ടാ. വണ്ടി ആരും കാണുന്നില്ലല്ലോടോ. ഉണ്ടാ സാർ. വാ. പോലീസ്. അമ്മൂമ്മ പെട്ട് 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 പോലീസ് ഈ വീട് മൊത്തം വളഞ്ഞേക്കാണ്. ആ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മൂമ്മ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല. അമ്മൂമ്മ ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. അമ്മൂമ്മ ഇറങ്ങിയേ. അമ്മൂമ്മ പോലീസ് ഈ വീട് ചുറ്റും വളഞ്ഞ് ഏത് നിമിഷം വേണമെങ്കിലും അകത്തോട്ട് കയറി വരാം. അമ്മൂമ്മ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ പോലീസ് വല്ലതും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഇടി കൊള്ളുവേ. മുട്ടുവേന നടുവേനൊക്കെ ഉള്ളതാ. പോലീസ് വന്നേക്കുന്നു. അമ്മൂമ്മ കീഴടങ്ങിയേ പറ്റുള്ളൂ. ഇനി ഒളിച്ചോടാൻ പറ്റൂല. നിങ്ങൾ ആരും പേടിക്കണ്ട, കുറ്റം ഞാൻ ഏറ്റോളാം. അമ്മൂമ്മ തന്നെ ഏക്കണം. അമ്മൂമ്മല്ലേ ഇതെല്ലാം ചെയ്തത്. ചേട്ടാ ഇപ്പൊ ഉരുട്ടുന്നൊക്കെ ഉണ്ടോ ചേട്ടാ? പറഞ്ഞു പറഞ്ഞ ചേട്ടൻ തന്നെ പറയുന്നേ. തെറ്റിന് ശിക്ഷ, അതാണ് ധർമ്മം. ഞാൻ എന്തും നേരിടാൻ തയ്യാറാ. പോലീസ് എങ്കിൽ പോലീസ്, പട്ടാളം എങ്കിൽ പട്ടാളം. ആരുമില്ല ഇവിടെ? ആരുമില്ലെന്ന്? ഇവിടെ ആരുമില്ലേ? ആരുമില്ല ഇവിടെ? ആരുമില്ലെന്ന്? ആഹാ, ഇപ്പൊ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നോ?
ആ, ആ. ആളുണ്ടായിരുന്നു സാറേ, ഞങ്ങൾ എങ്ങും പോയില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ. ஆமா சார், அம்மா வந்து ரொம்ப பாவம். அவங்க தப்பெல்லாம் செய்யல. அவங்க ஒரு எறும்புக்கு கூட ஒரு துரோகம் செஞ்சதில்லை சார். എന്തോന്ന്? അമ്മുമ്മ പാവമാണ്. അമ്മുമ്മ ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കത്തില്ലെന്നാണ് കനയാൻറ്റി പറഞ്ഞത്. ഉറുമ്പിനെ നുള്ളി നോവിച്ച ഉറുമ്പ് ചത്തു പോകത്തില്ലയോ? അമ്മൂമ്മേ, അമ്മൂമ്മ പേടിക്കണ്ട, ഭയങ്കര കോമഡിയാന്ന് തോന്നുന്നു. നിങ്ങളിവിടെ സ്ഥിരതാമസക്കാരാണോ? സാറേ, അത് നേരത്തെ നമ്മളിവിടെ ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ ഈ വീട് ഞങ്ങള് പിള്ളേരുടെ എല്ലാവരുടെയും കൂടെ പേരില്ല. ഞാനങ്ങ് പടവലത്താ സ്ഥിരതാമസം. എന്ന് ഞാൻ ഇവിടെ താമസിക്കാൻ വന്നു അന്ന് തുടങ്ങി എന്റെ ശനിദശ. ശനി തുടങ്ങിയ ഞായർ തുടങ്ങി അതൊന്നും അല്ല ഞങ്ങൾ അന്വേഷിക്കാൻ വന്നത്. കൊടും ക്രിമിനലും പിടിച്ചുപറിക്കാരനായ കോട്ടവിള പപ്പനെ പിടിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? 5 ദിവസമായിട്ട് അവന് ഈ ഏരിയ കിടന്ന് കറങ്ങുമായിരുന്നു. ഈ 5 ദിവസത്തിനുള്ളിലേ 3 പിടിച്ചുപറി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവന്റെ പേരിൽ. അവനെ ഞങ്ങൾ പൊക്കി. പക്ഷെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നറിയാവോ? അവനെ ആരോ കല്ല് വെച്ച് എറിഞ്ഞ് വീഴ്ത്തിയെന്ന്. അവനിപ്പോ ആശുപത്രിയില്ല, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. അവൻ ഡിസ്ചാർജ് ആവുന്ന ദിവസം ആടാപാടല ഞങ്ങൾ അവനെ പൂട്ടും. സാറേ, ഈ പപ്പൻ ചേട്ടനെ എവിടുന്നാ പിടിച്ചേ? ആ, ഇവിടെ അടുത്ത് ആ പച്ച ഗേറ്റില്ലേ, ഓ, അതിന്റെ അടുത്ത് അവനെ അവിടെ വീണ് കിടക്കുകയായിരുന്നു. ആള് ചത്തോ? അതല്ലേ പറഞ്ഞ അവൻ ആശുപത്രിയിലാണെന്ന്. അവൻ ചത്തിട്ടില്ല. ചത്തിട്ടില്ല? ആ, അവനെ എറിഞ്ഞിട്ടവനെ അനുമോദിക്കാനും പറ്റിയ ഗവൺമെന്റിൽ നിന്ന് ഒരു പുരസ്കാരം മേടിച്ചു കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അത് എറിഞ്ഞിട്ടത് ആരാണെന്ന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടുന്നു. കുറെ നേരമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുക. ഈ വീട്ടിൽ നിന്ന് വല്ലവരും ആണോ? നീ ആണോടാ? അല്ല സാറേ, ഇത് തലക്കാണ് എറികൊണ്ടേ. അതെ, എനിക്ക് അതിനുള്ള ഉന്നമില്ലല്ലോ. ശരിക്കും അമ്മുമ്മേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. അമ്മുമ്മ ഇനി എന്തിനാ പേടിക്കുന്ന? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. സാറേ, അവൻ മരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പ്. എറിഞ്ഞിട്ടവനെ പിടിക്കാനുള്ള അടവല്ലല്ലോ. അല്ലെന്നേ. അവനെ എന്റെ 3 പവന്റെ മാലയാ പൊട്ടിച്ചോണ്ട് ഓടാൻ നോക്കിയത്. ഞാൻ വിടുവോ? അവൻ മാലയിലോട്ട് കൈ വെച്ചതും ഞാൻ കൈ തീർത്തോളം ഒറ്റ എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ടേ അവന് ഇങ്ങോട്ട് പിടിച്ചിട്ട് മുട്ടുകാലി കയറ്റി ഒരെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൻ ഓടാൻ നോക്കിയപ്പോൾ അവിടെ കിടന്ന ഒരു പാറ എടുത്ത് ഒരു ഒറ്റയേറും വെച്ചു കൊടുത്തു. ദേ കിടക്കുന്നു വെട്ടിയിട്ട ബായത്തട പോലെ. അപ്പൊ അമ്മയാണല്ലേ അവനെ എറിഞ്ഞിട്ടത്? അതെ, ഞാൻ തന്നെയാ എറിഞ്ഞിട്ടത്. എങ്കിൽ അമ്മ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. അയ്യോ, എന്തിന്? അവൻ അമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചില്ലേ അമ്മേ? അപ്പൊ അമ്മ വൈകുന്നേരം വന്ന് ഒരു പരാതി തരണം. അമ്മയ്ക്ക് ഒരു പ്രശ്നവും വരില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉറപ്പ് തരിക. എന്തായാലും അമ്മയുടെ ധീരതയ്ക്ക് കേരള പോലീസിന്റെ വക ഒരു സല്യൂട്ട്. അപ്പൊ മറക്കണ്ട, വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഒന്ന് സ്റ്റേഷനിൽ വന്ന് പരാതി തരണം. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങാം. കണ്ടോ കേരള പോലീസേ അടിപൊളിയാ. നിങ്ങൾ എന്തിനാന്നേ വെറുതെ പേടിക്കുന്നേ? കാലം മാറി മക്കളെ, കൊറേ പേടിച്ചു തൂറികള്. അമ്മുമ്മേ, അങ്ങനെ അമ്മുമ്മ ഒരുപാടങ്ങ് ഷൈൻ ചെയ്യണ്ട. കോട്ടോള പപ്പൻ ചേട്ടനെ ഉടനെ ജാമ്യത്തിൽ ഇറങ്ങും. എന്നിട്ട് അമ്മുമ്മ കാണാൻ ഒരു വരവ് വരും, കരുതിയിരുന്നോ.